ഇന്നൊരു സംഭവം ഉണ്ടായി. ഞാൻ അറിഞ്ഞായിരുന്നു. ആ വക്കീലിന്റെ കാര്യല്ലേ? ഇപ്പൊ ശരിക്കും എനിക്ക് നല്ല പേടിയുണ്ട്. മുടിഞ്ഞ ഓർമ്മയായിരുന്നു വക്കീലിന്. ഇപ്പൊ എനിക്കും ചെറിയ ഓർമ്മക്കുറവുണ്ടോന്നൊരു സംശയം. നിനക്ക് ആ മേരി ഓർമ്മയുണ്ടോ? ഏത് 5Bയിലെ? അവളെ കുറിച്ചൊരു അക്ഷരം മുണ്ടി പോകരുത്. മതി. നിനക്ക് ഓർമ്മയ്ക്ക് ഒരു കുറവുമില്ല. ഈ പ്രായത്തിൽ ഇത്രയൊക്കെ ഓർമ്മ മതി. 9Bയിലെ ബാലനായിട്ട് അവളുണ്ട് ഒളിച്ചോടി തെണ്ടി. എത്ര ആലോചിച്ചിട്ട് നമ്മുടെ കൂടെ 5ാം ക്ലാസ് പഠിച്ച മേരി എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. നിനക്ക് ഓർമ്മയുണ്ടോ? ശാന്തയുടെ അപ്പുറത്ത് ലീല, ലീലയുടെ അപ്പുറത്ത് ഷീല, ഷീലയുടെ അപ്പുറത്ത് മേരി. അതിലിപ്പോ എന്ത് ഓർമ്മ കിട്ടുന്നില്ല. അല്ല പോളച്ചാ, നിങ്ങൾക്ക് ഓർമ്മയുണ്ട ശാന്തേനെയും മേരിനെയും ലീലേനെയും? എത്ര ആലോചിച്ചിട്ട് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അവിടെ ആങ്ങളെയല്ലേ നിനക്കിട്ട് പണി തന്നത്, ഓർക്കുന്നില്ല? അങ്ങനെയാ. ഡാൻസ് കളിച്ച് വീട് കുളിക്കാതെ നോക്കിയോ? ഉറങ്ങാനും സമ്മതിക്കില്ല. അതെ, അവളുടെ കല്യാണത്തിന് ശേഷം നമ്മുടെ ഷിനോക്ക് പുറത്തുപോയി പഠിക്കണമെന്ന്. പുറത്തു പോട്ട്. ഞാനല്ലെങ്കിലും വീട്ടില് സ്കൂളൊന്നും തുടങ്ങിയിട്ടില്ല. അതല്ലെന്നേ, അവ ഏതോ ഒരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞു. ആ രമയുടെ മോൻ കണ്ണം പഠിക്കുന്ന സ്ഥലത്തിന്റെ പേരെന്താ? കാനഡയില. അത് തന്നെ. അവിടെ ആവുമ്പോ ജോലിയും ചെയ്യാം പഠിക്കുകയും ചെയ്യാം. എടി, അധ്വാനിക്കാൻ മനസ്സുണ്ടെങ്കിൽ അത് പുറത്തു പോകണമെന്നില്ല. എവിടെ നിന്നാലും പൊന്നുകളായിരിക്കാം. മനസ്സിലായ? അല്ലെങ്കിൽ തന്നെ അവനെന്തിനാ പുറത്തു പോണേ? എടി, അവൻ ഈ കമ്പനിയുടെ CEO ആണ്. CEO എന്ന് വെച്ചാൽ എന്താണെന്ന് നിനക്കറിയോ? കമ്പനിയിലെ ഏറ്റവും വലിയ ഓഫീസർ. അവന് താഴെയുള്ളൂ ബാക്കി എല്ലാവരും. ഈ ഞാൻ പോലും CEO വന്നു. മോനെടാ, അത് പൊന്നേരിയല്ലേ 50-ന്റെ, അത് ഇവിടെ വെച്ചേക്ക്. CEO ചാക്കെടുക്കുന്ന ഓഫീസറിനെ ഞാനേ കോടതിയിലും സിഒയുടെ മുന്നിലും മാത്രമേ എണീറ്റിക്കാറുള്ളൂ. അല്ലേ? ആ 10 ആക്കും കൂടെ എടുത്ത് വെച്ചേക്ക്. അപ്പനെ ഇപ്പൊ ഇല്ല കഴിച്ചൊക്കെ ഞാൻ പെട്ടലിക്കിട്ടാനെ. അവൻ പോയിട്ടേ ഞാൻ ഇരിക്കാൻ പാടുള്ളൂ. അറിയോ? ഇത്രയും നല്ല ജോലിയും വിട്ടിട്ട് ആരെങ്കിലും കാനഡയിൽ പോകും? പറഞ്ഞാലും മനസ്സിലാവില്ല. ഈ വീട്ടിൽ ഇച്ചിരി സ്നേഹവും റെസ്പെക്റ്റൊക്കെ ഉള്ളത് ഇവറ്റേൽക്കാം. ബാ, കഴിക്കും. നന്നായിട്ട് കഴിക്കും. സാറേ, കുറച്ചുകൂടി സമയം വേണം. ഈ ടർഫ് എന്ന ഐഡിയ കുട്ടികളിലേക്ക് എത്തുന്നുള്ളൂ, എസ്പെഷ്യലി പാരൻസിൻ്റെ അടുത്ത്. ഇപ്പൊ പുറത്ത് കളിക്കുന്ന കുട്ടികൾക്ക് എത്ര അപകടം ഉണ്ടാവണമെന്ന് അറിയും? എടാ, അതൊക്കെ പറഞ്ഞ ആളുകളെ ഭയപ്പെടുത്തണം. പുറത്ത് കളിക്കാൻ ആളുകൾക്ക് പേടി തോന്നണം. എന്നാലും ഇവിടെ ആളുകൾ പന്ത് കളിക്കാൻ വരും. അറിയോ? ഇപ്പൊ ടർഫിൽ കളിക്കുകയാണെങ്കിൽ സാറിന്റെ വയറ് എന്തായാലും കുറഞ്ഞാലെന്ന് അറിയോ? എടാ, നീ വയറിന്റെ കാര്യം വിട്ടേക്ക്. ആദ്യം നീ EMI അടക്കാൻ നോക്ക്. സാറേ, ഒന്ന് നോക്കിയേ. ഒരു വർഷത്തിൽ എത്ര കുട്ടികളാ പാമ്പ് അടിച്ചു വരിക്കണേ? എത്രയാ? അങ്ങനെ എനിക്കറിയില്ല. എടാ, ഈ പാമ്പില്ലാത്തടത്ത് നീ അല്ലാതെ പാമ്പിന്റെ ഫോട്ടോ വെക്കുക. ഇത് കണ്ട ആരെങ്കിലും ഇവിടെ കളിക്കാൻ വരുമോ? അതൊക്കെ പോട്ടെ. നീ എത്രയും പെട്ടെന്ന് EMI അടച്ചു തീർക്കാൻ നോക്ക്. അല്ലേട്ടാ, ഇതിപ്പോ പണിവാളോ? നിനക്ക് തീരെ ടെസ്റ്റ് ഇല്ലല്ലേ? ഇതിലേക്ക് നോക്കണ്ട, ഇത് ഞാൻ തരൂല. മക്കളെ, പറമ്പ് കളിക്കാതെ ഈ കൂട്ടുകാരി കളിക്കടാ. ചീട്ടിറേ ഒത്തിയുടെ ഫസ്റ്റ് വൺകാട്. മാധവൻ ചേട്ടൻ ജയിച്ചു. ഫുള്ളാ. അല്ല, കല്യാണം വീട്ടിൽ വന്ന് വിളിച്ചതല്ലേ? ഒന്നുകൂടെ ഇരിക്കട്ടെ. എനിക്ക് വേറെ പണിയുണ്ട്. അല്ല, നമുക്ക് ഒരു റൗണ്ടും കൂടെ ഇരിക്കാം. മാധവാ, കളി മുടക്കല്ലേ? ചേട്ടാ, കല്യാണം വലിയ വിളിയാണല്ലോ. ഭയങ്കര പരിപാടിയാന്നാ കേട്ടത്. ഓപ്പൺ ബാറൊക്കെ ഉണ്ട്. വണ്ടി ഓടിക്കുമ്പോ ഉണ്ടാക്കരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചെവിയും കേൾക്കാൻ പറ്റില്ല, അതിന്റെ ഇടയിലാണ് അവന്റെ. കേൾക്കാൻ പറ്റുന്നില്ല? എനിക്ക് കേൾക്കാൻ.
അവനൊക്കെ കുറച്ച് വെച്ചാൽ മതി കേട്ടോ. മോള് ഫ്രീ ആണെന്ന് കരുതി മൊത്തം ഒഴിച്ച് തീർത്തളയല്ലേ നമ്മള് ഉണ്ട് ന്യൂജൻ കേട്ടോ ഡേ. കാര്യമാണ്. ഒന്നടിക്കണ ഹായ് ഹായ് ഹായ്. ഡാ, എനിക്കൊരു 10 എടുത്തു. അത് തന്നെ. ആ മാധവനെ കൂടെ കല്യാണത്തിന് വിളിക്കാൻ ഇങ്ങനെയൊക്കെ അല്ലടാ പിണക്കം മാറ്റും. ആ അത് ശരിയാണ്. അവനെ കല്യാണം വിളിച്ചില്ലെങ്കിലും അവൻ കൃത്യസമയത്ത് ഗിഫ്റ്റ് തന്നു. കൃത്യസമയത്ത് കറണ്ട് കട്ടായത് കണ്ടില്ലേ? കണ്ടില്ലേ? പക്ഷെ ഞാൻ ആരാ മോൻ, ഇതറിയാവുന്നത് കൊണ്ട് തന്നെ നേരത്തെ ജനറേറ്റർ അവനെ മലർത്തി അടിച്ചു ഞാൻ. അതിന് ഈ മാധവൻ KSEB റിട്ടയർ ആയിട്ട് കാലത്രയായി. എടാ, റിട്ടയർ ആയാലും KSEB അവന് നല്ല പിടിയുണ്ടാവില്ലേ? ഇല്ലെങ്കിൽ ഈ ഏരിയയിൽ മാത്രമായിട്ട് എങ്ങനെയാ കറണ്ട് പോകുന്നത്? ശങ്കുണ്ണിയോടാ കളി. നാണം കെട്ടവൻ. ആരെയും ശങ്കുണ്ണി അവിടെ ഉണ്ട് സാർ. ഒന്നും വിളിച്ചേ. സാർ വരണം, കഴിച്ചിട്ടിരിക്കും. അതവിടെ നിൽക്കട്ടെ. ഈ മദ്യം വിളമ്പുന്ന ആരോട് ചോദിച്ചിട്ടാ? സാറേ, ഇന്ന് എന്റെ മോളുടെ കല്യാണോ? ഇന്ന് വിളമ്പിയില്ലെങ്കിലേ ചത്താലും തീരില്ല എന്റെ പഴി. എടോ, ഒരു സ്വകാര്യ വ്യക്തിക്ക് ഒരു പ്രൈവറ്റ് ഫംഗ്ഷന് മദ്യം വിളമ്പുന്നതിന് ഒരു കണക്കുണ്ട്. കൂടിയ 3 ലിറ്റർ. അതിന് മേലേക്ക് മദ്യം വിളമ്പണമെങ്കിൽ താൽക്കാലിക ലൈസൻസ് എടുക്കണം. തനിക്ക് ലൈസൻസ് ഉണ്ടോ? സാറേ, ഇതൊക്കെ നമ്മുടെ നാട്ടില് എല്ലാരും നടത്തുന്നതാണ്. അതുകൊണ്ട് അവിടെ പരാതി ഉണ്ടാവില്ല, പക്ഷെ ഇവിടെ പരാതി ഉണ്ട്. മനസ്സിലായോ? ഇതും മാധവന്റെ പണിയാണ്. ശങ്കുണ്ണിയെ വീണ്ടും മാധവൻ മലർത്തിയടിച്ചു. ഫ്രീ ഫുഡ്, ഫ്രീ ഡ്രിങ്ക്സ്, ഫ്രീ അവേഴ്സ്. ഓ, ആഹാ, കൊള്ളല്ല പരിപാടി. എന്താടാ, എല്ലാം ഫ്രീ, എല്ലാം പൊട്ടിക്കാനുള്ള പരിപാടിയാണ് അല്ലേ? അച്ഛാ, അതൊരു ബിസിനസ് സ്ട്രാറ്റജിയാണ്. കുറ്റം പറയാൻ വന്നായിരിക്കൂലേ? കളിക്കാൻ ഇഷ്ടംപോലെ പറമ്പുള്ളപ്പോഴാ അവന്റെ ടർഫ്. അച്ഛനെ എപ്പോഴെപ്പോഴും പറഞ്ഞോണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അച്ഛൻ ആദ്യമേ അമ്മേനെ വിളിച്ചിട്ടോ ശ്രീധരന്റെ കാര്യം പറഞ്ഞു. നാണാവില്ലേ? നല്ല പ്രായത്തിൽ മുഴുവൻ തരാത്തതുകൊണ്ടല്ലേ വീട്ടിൽ കൊണ്ടാക്കിയത്? അതെ, ഞാനാണെങ്കിൽ അമ്മേന്റെ അനിയത്തിന്റെയും കൂടെ സ്വർണ്ണം എടുത്തോണ്ട് ഇറങ്ങിപ്പോന്നു. ആ, ഇത് ഒരെണ്ണം മാത്രം നീ ചെയ്തത് ശരി. മോളെ, ഉള്ളതെല്ലാം സൂക്ഷിച്ചോ, എങ്കിൽ നിനക്ക് കൊള്ളാം. ബ്ലഡി ഫൂൾ, യൂസ്ലെസ് സൺ, മണ്ടൻ. മണ്ടനാണല്ലേ? മണ്ടൻ. അവര് രണ്ടുപേരും എന്തൊരു മണ്ടന്മാരടാ. മോളെ, ഇന്ന് കരയെ കയറ്. ഈ സമയത്തൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ ഇറങ്ങേണ്ട കാര്യമുണ്ടാ? തുടങ്ങി. ദാണ്ട ഈ വടക്കു വശത്ത് പ്ലേ ഏരിയ ഉണ്ട്. അവിടെ വർത്താനവും പറഞ്ഞ് ഊഞ്ഞാലാടിയിരിക്കാം. ഞാൻ പറഞ്ഞിട്ട് നമുക്ക് ഒറ്റയ്ക്ക് വന്നാൽ മതി. എടീ, നിന്റെ അച്ഛനമ്മ എന്റെ അച്ഛനമ്മല്ലേ? പിന്നെ പിള്ളേരുടെ ഒരു ആഗ്രഹമല്ലേ? വാന്ന് നമുക്ക് പോയിട്ട് വരാം. ഞാനൊന്നുമില്ല. എന്റെ കയ്യിൽ എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ട് വേണം മറ്റവന് ചിരിക്കാൻ. മാധവൻ, പേടിക്കണ്ടെന്നേ. നീ വേണമെങ്കിൽ ഒറ്റയ്ക്ക് പോ. പിള്ളേര് വിളിക്കുന്നു. വരാം. നമുക്ക് ദാണ്ട നല്ല ചൂട് 2 കൂട് പോപ്കോണും വാങ്ങിച്ചോണ്ട് ഇവിടെ ഇരിക്കാം. തണലും വാ, ഒന്ന് വെറുതെ ഒന്ന് കറങ്ങിയിട്ട് വരാം. ഏതായാലും ഇതുവരെ വന്നല്ലേ. വാന്ന്. ഏത്? ആ, അവരിട്ടേക്കും പോലത്തെ ആ സാധനം. അതാ ഇത്. അതൊന്ന് ഇട്ട് കൊടുക്കണേ. ഇത് തന്നെ താങ്ങൂല. നീ വേറെ എടുത്തോ. എനിക്ക് കാലിലിടാനും കൂടെ കിട്ടുന്നുണ്ടോ? ഒരെണ്ണം കൂടെ കിട്ടും. ആവശ്യമുണ്ടോ മനുഷ്യന് നാണം കിട്ടാനായിട്ട്? കാണിക്കാച്ചന്റെ കൈ പിടിക്കേ. സൂക്ഷിച്ചു പിടിച്ചോ. പതുക്കെ. നീ വലിക്കരുത്. വെള്ളം കണ്ട അല്ലെങ്കിലേ പേടിയാ. എടാ, ഞാനിവിടെ നിന്നോളാം, നിങ്ങൾ പോയിട്ട് വാ. ഫ്രണ്ടിലത്തെ ഡെക്കിലേക്ക് വെച്ചോ. ആ, പിടിച്ചോ. സൂക്ഷിച്ചു കേട്ടോ, പിടിച്ചിറങ്ങണം. റിലാക്സ് റിലാക്സ് ഡോക്ടറാ. റിലാക്സ്. എന്താ പറ്റിയത്? ബോട്ടിങ്ങിന് പോയപ്പോ തന്നെയുള്ളതാ. പ്ലീസ് പറയൂ, എന്താ പേര്? ഉണ്ണിയച്ചൻ. ആള് പറയട്ടെ, പേഷ്യന്റ് പറയട്ടെ, പറയൂ. ഡോക്ടറെ, പേര് ശങ്കുണ്ണി. ഞാൻ പറയുന്നത് കേൾക്കണം. എന്റെ മരണമൊഴി എടുക്കണം ഡോക്ടറെ. മരണമൊഴിയോ? അതിന് നിങ്ങക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്റെ കാല് പിടിച്ച് വലിച്ചെടുത്തോണ്ട് പോയി വെള്ളത്തിൽ മുക്കി കൊല്ലാൻ നോക്കിയവനാ. അവനറിയാം എനിക്ക് നീന്തൽ അറിയില്ല. ആർക്ക്? മാധവൻ. മാധവനോ? തന്നെ വീട്ടുകാരും കണ്ടില്ലല്ലോ ഒരു മാധവനെ അവിടെ. നീ കണ്ടായിരുന്നോ? അവനെങ്ങനെ കാണാനാ? അവൻ കല്യാണം കഴിച്ചിപ്പോ വന്നതല്ലേ ഉള്ളൂ. കല്യാണം കഴിച്ച കണ്ണ് കാണത്തില്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ വീട്ടുകാരും കാണാത്ത സ്ഥിതിക്ക് കേസ് തള്ളിപ്പോവും. അല്ലെങ്കിൽ തന്നെ അയാളെന്തിനെ തന്നെ കൊല്ലണം? വൈരാഗ്യ സാറേ, അത് ഇപ്പൊ തുടങ്ങിയതല്ല, പണ്ടേക്ക് കൊണ്ടേ തുടങ്ങിയതാ. അതെ, പണ്ട് ഞാൻ ഇതുപോലെ കുളിക്കാനായിട്ട് വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഉടനെ അവൻ വന്ന് കാല് പിടിച്ച് താഴോട്ട് കൊണ്ടുപോകും കൊല്ലാൻ.
ഇപ്പോഴും അങ്ങനെ തന്നെ എങ്ങനെ പിടിച്ച് വലിക്കണ എനിക്കറിയാം. സാറേ വെള്ളത്തേവിനെ ഷോക്കിൽ അച്ഛൻ പിച്ചുമ്പേയും പറഞ്ഞത് നമുക്ക് കേസില്ല. സിഒ ഒന്നും നോക്കൂല ഞാൻ. നീ അല്ലല്ലോ അനുഭവിച്ച്. സാറേ ഇവൻ അടക്കം എല്ലാവരും അവന്റെ സൈഡാ, മാധവന്റെ.